ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വ്യക്തമായി പറയേണ്ടത്? നിങ്ങൾ ഒരാൾ വരണം, ഒരു മാധ്യമ സുഹൃത്തിൻ്റെ അരിയിലേക്ക് വരണം. ഇത് ആരാണ്? ഈ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യണം. 9495553333. ഇത് ആരുടെ നമ്പറാണ്? ഒന്ന് വെരിഫൈ ചെയ്യും. ഒരു സെക്കൻഡ്, ഈ ഫോട്ടോ നോക്കണം, ഈ വാട്സപ്പ് മെസ്സേജും നോക്കണം. ഇത് ജയരാജന്റെ മകൻ എനിക്ക് അയച്ച മെസ്സേജാണ്. അല്ല, ഇത് ജയരാജന്റെ മകന്റെ കയ്യിലുള്ള ഫോണാണ്. ജയരാജന്റെ മകനാണ് എനിക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയരാജന്റെ മക്കൾക്ക് ശോഭാ സുരേന്ദ്രന്റെ മെസ്സേജ് അയക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്. രണ്ടാമതായിട്ട്, ഞാൻ ഇന്നലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദകുമാറിൻ്റെ വാട്സപ്പ് മെസ്സേജുകൾ ഞാൻ വായിക്കാനായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മെസ്സേജ് അത് ഡേറ്റ് ഞാൻ പറയാം. ജനുവരി 18, 2023. അല്ല, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഞാൻ മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സൗത്ത് ഇന്ത്യയിൽ പുതിയ ആളുകളെ ചേർത്തുന്ന മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഓൾ ഇന്ത്യ കോ കൺവീനർ എന്നുള്ള ചുമതലയിലിരിക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. നന്ദകുമാർ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ചുമതല കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ പിറകിൽ നടക്കുന്ന ഒരാളല്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വീട്ടിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. പ്രധാനമന്ത്രിയുടെ വീട്ടിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അപ്പോയിൻമെന്റ് കിട്ടിയ ഒരാളാണ്. ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയിട്ടല്ല പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം 1-2 മാധ്യമ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. രാജ്യത്തിൻ്റെ 5-അംഗ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ, വലിയ നേതാക്കന്മാരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കുകയും അമിത്ഷാജി ആ യോഗങ്ങളിൽ ആ സമയത്ത് മാസത്തിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ അമിത്ഷാജി പോലും ഇരിക്കുന്ന ഏറ്റവും വലിയൊരു കമ്മിറ്റിയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ കമ്മിറ്റി എന്ന് പറയുന്നത്. സദസ്യതാ അഭിയാൻ എന്ന് പറയും.